ഇന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ചിക്കനിലോട്ട് തൈര്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഫ്രൈഡ് ഓണിയൻ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ഓയിൽ, പാകത്തിന് ഉപ്പ്, നാരങ്ങ നീര് എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണ്. ഇനി ഇതിനെ വേവിക്കാൻ വയ്ക്കാം. അരി വേവാൻ ആവശ്യമായ വെള്ളത്തിലോട്ട് എല്ലാ സ്പൈസസും നാരങ്ങ കട്ട് ചെയ്തതും പാകത്തിന് ഉപ്പും ചേർത്ത് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും കുക്കറിലാണ് ദം ചെയ്യാൻ വെക്കാറ്. അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ചിക്കൻ വേവിക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ലെയർ ചെയ്യാം. ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്ത് അതിന് മുകളിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് മല്ലിയിലയും ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയറും ഇട്ട് കൊടുത്ത് ഇതേ സെയിം തന്നെ ചെയ്യാം. സെക്കൻഡ് ലെയറും ഇവിടെ റെഡിയായി. ഇനി കുക്കർ മൂടി വെച്ചൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ ഇതാ ഇവിടെ സൂപ്പർ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി.